ഹലോ ഗേയ്സ്, അപ്പോൾ ഇതേ നമ്മുടെ മണിക്കുട്ടൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ്. നല്ല ഭേദമായിട്ടുണ്ട് മോന്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ക്ലീൻ ചെയ്യുന്ന ഭാഗം ഞാനൊന്ന് വെറുതെ ഷൂട്ട് ചെയ്തിട്ടതാണ്. നല്ലൊരു രസമുണ്ടായിരുന്നു നോക്കി നിൽക്കാനായിട്ട്. നമുക്കിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയുക, കലാഭവൻ മണിയുടെ കഥ പറഞ്ഞാൽ ആ സിനിമയിൽ പോയ പോലെയാണ്. നമ്മളിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ നമ്മുടെ മണിക്കുട്ടനെ നമ്മുടെ സോറമ്മ പൗഡറിൽ അഭിഷേകം ചെയ്തിട്ടുണ്ട്. മണിക്കൂറിൻ്റെ മേലൊക്കെ തുടച്ചു കൊടുത്തു. പിന്നെ ദോശയായിരുന്നു. അപ്പോൾ ചട്നി കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ ഈ തവണ തേങ്ങാ ചട്നി വേണമെന്ന് പറഞ്ഞു. സാമ്പാർ തന്നെ കൂട്ടി കൂട്ടി ജീവിതം വെറുത്തുപോയി. പിന്നെ അതെ, എന്നും സാമ്പാർ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ മണിക്കൂട്ടിന് വയ്യാത്ത തന്നെ നമുക്ക് വേറൊന്നും മേടിച്ചങ്ങനെ കഴിക്കാനും പാടില്ലല്ലോ. അവൻ വയ്യാതെ കിടക്കണതല്ലേ പാവം. നാക്കിലൊക്കെ തൊലി പോയിട്ട് അവന് എരിവൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇത് ഹോസ്പിറ്റലിലെ ചുറ്റുവട്ടത്തുള്ള ചെറിയ കാഴ്ചകൾ ഇട്ടതാണ്. പിന്നെ നമ്മുടെ മണിക്കുട്ടൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നും, നമ്മുടെ അബുക്കുട്ടനും മണിക്കുട്ടനും ട്വിൻസാണ്. അവർ 6.5 മാസത്തിൽ ജനിച്ച മക്കളാണ്. ഇപ്പോൾ നമ്മുടെ അബുക്കുട്ടൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 1 വർഷമാകാൻ പോകുന്നു. പിന്നെ എനിക്ക് താഴെയുള്ളത് മൊയ്തീൻ, പാപ്പു എന്ന് പറയാറുള്ള മോൻ. അങ്ങനെ 3 മക്കളാണ് എനിക്ക് കിട്ടുക. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. നമ്മുടെ മണിക്കുട്ടനെ ദോശ കുറേശ്ശെ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. ഇന്നൊരു മടിയുണ്ട്, ചെറിയൊരു മടിയുണ്ട്. സ്പീഡിൽ വെച്ചിട്ടാണ് നമുക്കിത് ഇങ്ങനെ കാണുമ്പോൾ സ്പീഡായിട്ട് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.